നമ്മളിൽ പലരും ചെറുപ്പം മുതൽ ഒരു കാര്യം കേട്ടാണ് വളരുന്നത്. നന്നായി പഠിക്കൂ, നല്ല ജോലി നേടൂ, ജീവിതം സുരക്ഷിതമാകും. പക്ഷേ ഒരു ചോദ്യം, എന്തുകൊണ്ടാണ് ഉയർന്ന വിദ്യാഭ്യാസവും വലിയ ശമ്പളവുമുള്ള പലർക്കും ഇന്നും സാമ്പത്തിക സ്വാതന്ത്ര്യമില്ലാത്തത്? അതേസമയം അത്ര വലിയ വിദ്യാഭ്യാസമില്ലാത്ത ചിലർ എങ്ങനെയാണ് കോടികളുടെ സമ്പത്ത് സൃഷ്ടിക്കുന്നത്? ഈ ചോദ്യത്തിനുള്ള ഉത്തരമാണ് റോബർട്ട് കിയോസാക്കി എഴുതിയ റിച്ച് ഡാഡ് പുവർ ഡാഡ് എന്ന ലോക പ്രശസ്ത പുസ്തകം. ഇത് പണം സമ്പാദിക്കുന്നതിനെക്കുറിച്ചുള്ള പുസ്തകമല്ല, പണത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ ചിന്താഗതി തന്നെ മാറ്റുന്ന ഒരു പുസ്തകമാണ്. റോബർട്ട് കിയോസാക്കിക്ക് ജീവിതത്തിൽ 2 അച്ഛന്മാരുണ്ടായിരുന്നു. ഒരാൾ ഉയർന്ന വിദ്യാഭ്യാസമുള്ള സ്ഥിര ജോലിയുള്ള വ്യക്തി, മറ്റൊരാളാകട്ടെ വലിയ ഡിഗ്രികളില്ലെങ്കിലും ബിസിനസ്സിലൂടെ സമ്പത്ത് സൃഷ്ടിച്ച വ്യക്തി. ആദ്യത്തെ അച്ഛൻ പറഞ്ഞു, നല്ല ജോലി നേടാൻ. രണ്ടാമത്തെ അച്ഛൻ ഇങ്ങനെ പറയുന്നു, പണം നിനക്കു വേണ്ടി ജോലി ചെയ്യുന്ന രീതിയിൽ ജീവിതം പണിയൂ. ഈ 2 ചിന്താഗതികളാണ് ഈ പുസ്തകത്തിൻ്റെ അടിസ്ഥാനം. മിക്ക ആളുകളും മാസാവസാന ശമ്പളത്തിനായി ജോലി ചെയ്യുന്നു. എന്നാൽ സമ്പന്നർ ചോദിക്കുന്നത് വേറൊരു ചോദ്യമാണ്, എനിക്ക് ഉറങ്ങുമ്പോഴും വരുമാനം ലഭിക്കുന്ന സംവിധാനം എങ്ങനെ ഉണ്ടാക്കാം? ബിസിനസ്, നിക്ഷേപം, ഓഹരികൾ, വാടക വരുമാനം തുടങ്ങിയവയിലൂടെ അവർ പണത്തെ തങ്ങൾക്ക് വേണ്ടി ജോലി ചെയ്യിക്കുന്നു. ആസ്തിയും ബാധ്യതയും. പുസ്തകത്തിലെ ഏറ്റവും ശക്തമായ ആശയം ഇതാണ്. ആസ്തി, അസറ്റ്, നിങ്ങളുടെ പോക്കറ്റിലേക്ക് പണം കൊണ്ടുവരുന്നത്. ബാധ്യതയോ, ലയബിലിറ്റി, നിങ്ങളുടെ പോക്കറ്റിൽ നിന്ന് പണം പുറത്തേക്ക് കൊണ്ടുപോകുന്നത്. വില കൂടിയ കാറോ വലിയ വീടോ വാങ്ങുന്നതിന് മുമ്പ് ആദ്യം വരുമാനം സൃഷ്ടിക്കുന്ന ആസ്തികൾ നമ്മൾ നിർമ്മിക്കണമെന്ന് ഈ പുസ്തകം പറയുന്നു. ഇനി പറയുന്നതാണ് സാമ്പത്തിക വിദ്യാഭ്യാസം. സ്കൂളുകൾ ജോലി നേടാൻ നമ്മെ പഠിപ്പിക്കും, പക്ഷേ പണം കൈകാര്യം ചെയ്യാൻ, നിക്ഷേപിക്കാൻ, സമ്പത്ത് സൃഷ്ടിക്കാൻ പഠിപ്പിക്കുന്നത് വളരെ കുറവാണ്. അതുകൊണ്ട് പുസ്തകങ്ങൾ വായിക്കൂ, വിശ്വസനീയമായ അറിവ് നേടൂ, പണത്തിൻ്റെ നിയമങ്ങൾ മനസ്സിലാക്കൂ. റിസ്ക് എടുക്കണം, പക്ഷേ ബുദ്ധിപൂർവ്വം എടുക്കണം. റിസ്ക് എടുക്കാതെ വളർച്ചയില്ല, എന്നാൽ അത് ചൂതാട്ടമാകരുത്. വിവരങ്ങൾ ശേഖരിച്ച് കണക്ക് കൂട്ടി നഷ്ടസാധ്യത മനസ്സിലാക്കി കാൽക്കുലേറ്റഡ് റിസ്ക്കാണ് വിജയത്തിലേക്കുള്ള വഴി. ഒരു ശമ്പളത്തെ മാത്രം ആശ്രയിക്കുന്നത് അപകടകരമാണ്. അധിക വരുമാന മാർഗങ്ങൾ സൃഷ്ടിക്കണം. നിക്ഷേപം, ബിസിനസ്, ഡിജിറ്റൽ ഉൽപ്പന്നങ്ങൾ, വാടക വരുമാനം എന്നിവ പോലെ. സമ്പത്ത് ഒരൊറ്റ രാത്രിയിൽ ഉണ്ടാകില്ല. പഠിക്കാനുള്ള മനസ്സ്, സ്ഥിരത, അച്ചടക്കം, സ്വന്തം സാമ്പത്തിക തീരുമാനങ്ങളുടെ ഉത്തരവാദിത്തം ഏറ്റെടുക്കാനുള്ള ധൈര്യം, ഇവയാണ് യഥാർത്ഥ സമ്പത്തിൻ്റെ അടിത്തറ. റിച്ച് ഡാഡ് പുവർ ഡാഡ് പറയുന്നത് ഒരു ലളിതമായ സത്യമാണ്. സമ്പന്നനാകുന്നത് നിങ്ങൾ എത്ര പണം സമ്പാദിക്കുന്നു എന്നതിനെ ആശ്രയിച്ചല്ല, നിങ്ങൾ എങ്ങനെ ചിന്തിക്കുന്നു, എങ്ങനെ പണം കൈകാര്യം ചെയ്യുന്നു എന്നതിനെ ആശ്രയിച്ചാണ്. ഈ പുസ്തകത്തിലെ എല്ലാ ആശയങ്ങളും എല്ലാവർക്കും ഒരേ രീതിയിൽ ബാധകമാകണമെന്നില്ല. എന്നാൽ സാമ്പത്തിക സാക്ഷരത, ആസ്തികൾ സൃഷ്ടിക്കൽ, ദീർഘകാല ചിന്ത എന്നിവയെക്കുറിച്ചുള്ള സന്ദേശങ്ങൾ പലർക്കും ഉപകാരപ്രദമായ തുടക്കമാകാം.